നമസ്കാരം. ഇതൊരു നാത്തൂനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. രണ്ടാളുടെയും ഭർത്താക്കന്മാർ വിദേശത്താണ്. അപ്പോൾ കെട്ടിച്ചു വിട്ട പെണ്ണ് ഇവിടെ വന്ന് നിൽക്കുക. രണ്ട് സ്ഥലത്തും നിൽക്കും, കൂടുതൽ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ആങ്ങളൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, ആങ്ങളയും ഗൾഫിലാണ്. അപ്പോൾ രണ്ടാളും പട്ടിണിയാണെന്ന് പറയാം. പക്ഷെ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പരിധി കഴിഞ്ഞവർക്ക് കിടക്കുന്ന ഉറക്കം വരില്ല. പിന്നെ ചില ആൾക്കാർ പറയും ആ കാര്യമൊന്നും ചിന്തിക്കണില്ല, ഭർത്താക്കന്മാരെ വഞ്ചിക്കാണ്ടൊക്കെ ഇങ്ങനെ ജീവിച്ച് പോവുകയാണെന്നൊക്കെ. അത് വെറുതെ. നമുക്ക് ഏതെങ്കിലും ഒരു രാത്രിയിലൊക്കെ ചിലപ്പോൾ ഉറക്കം വരാണ്ട് ഈ സെക്സിനോട് താല്പര്യം വരും. അനവധി സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സെക്സിനോട് താല്പര്യം വന്നു കഴിഞ്ഞാൽ, അതായത് ചെയ്ത് ശീലിച്ചവർക്ക്, കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ ഞാൻ ഉദ്ദേശിക്കണം, അവർക്ക് ഇതിനോടൊരു ഇഷ്ടം വരും, അല്ലെങ്കിൽ ഒരു താല്പര്യം ചില ദിവസങ്ങളിൽ. പിന്നെ അവരെന്തെങ്കിലും ചെയ്യാണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പുരുഷൻ്റെ ലിംഗം പ്രവേശിച്ചിട്ടുള്ളൊരു പെണ്ണ്, അതായത് ഒരു ഭാര്യ, അവർക്ക് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞാൽ ആഗ്രഹം വന്ന് തുടങ്ങുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ടാളും ഒരേപോലെയാണ് ആ വീട്ടിലുള്ളത്. അപ്പോൾ ഇവർക്ക് കൂടുതൽ ആഗ്രഹം വന്നാൽ അവർ സ്വയം ഭോഗം ചെയ്യും. ഇപ്പോൾ ഒരു സ്ത്രീ അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെ ചെയ്യേണ്ടത് നമ്മളാരും കാണണില്ല. ഇതൊന്നും ആരും സമ്മതിക്കില്ല. അവിടെയാണ് പോയിൻ്റ്. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര ഓപ്പൺ ഫ്രണ്ട്ഷിപ്പാണ്. ഒരു നാത്തൂനും തമ്മിൽ സാധാരണ ജോയിൻ്റ് ആകില്ല. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. ഭയങ്കര സ്നേഹമാണ്, എന്തും പറയും. അപ്പോൾ ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കും. അപ്പോൾ രണ്ടാൾ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ ഉള്ള രണ്ടാൾ ഈ ലെസ്ബിയനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്റ്റൽ ലൈഫിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ഇവർ സംസാരിക്കുമ്പോഴൊക്കെ രണ്ടാളിത് ചെയ്തിട്ടുണ്ടെന്ന് പരസ്പരം മനസ്സിലായി. അങ്ങനെ ആയപ്പോഴാണ് ഈ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടും പോകാനില്ല, ഒരു പ്രത്യേക വൈബല്ല. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു ബോറടി, 4 ചുവരുകൾക്കുള്ളിൽ എല്ലാവരും ഇരിക്കുക. അതൊക്കെ ആകുമ്പോൾ ഈ സെക്സിനോടൊക്കെ താല്പര്യം കൂടും. അങ്ങനെ ഈ കല്യാണം കഴിച്ച് വന്ന നാത്തൂൻ മുൻകൈ എടുത്തു, ചോദിച്ച് നീ എൻ്റെ റൂമിൽ വരുമോ ചോദിച്ചു. വരുവാൻ ചോദിച്ചാൽ എന്തിനാന്ന് രണ്ടു കൂട്ടർക്കും മനസ്സിലായി. അങ്ങനെ റൂമിൽ പോയി. അന്ന് അവർ തമ്മിൽ ലെസ്ബിയൻ ചെയ്തു. പക്ഷെ ഇവരിത് സാറ്റിസ്ഫൈഡ് അല്ല. ഇവർ രണ്ടാളും ലെസ്ബിയനല്ല, കുടുങ്ങിയിട്ട് ചെയ്യണതാണ്. അപ്പോൾ ഇവർക്ക് ആരെങ്കിലും ഒന്ന് ആണിനെ കൊണ്ട് ബന്ധപ്പെടണം. അങ്ങനെ ഇവർ അതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമം. അങ്ങനെ ഈ കോവിഡിൻ്റെ ഇതൊക്കെ പിൻവലിച്ച് ഓൺലൈനായിട്ട് പല സംഭവങ്ങളും ഒക്കെ കിട്ടലും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു ഐഡിയ. ഈ പൈസ കൊടുത്തിട്ട് ആളെ കിട്ടുന്ന സംഭവമുണ്ട്. ചെക്കന്മാർ വളരെ രഹസ്യം. അത് ഒരു ആൻറ്റി ഇവർക്ക് ഒരു നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ഇവർ കോണ്ടാക്ട് ചെയ്ത് സംഭവം നടന്ന കൊച്ചിയിലാണ്. കോണ്ടാക്ട് ചെയ്തു, പറഞ്ഞ റേറ്റൊക്കെ കറക്റ്റ് ഉറപ്പിച്ച് പേയ്മെൻ്റൊക്കെ റെഡിയാണ്. വന്ന് രണ്ടാളും പക്ഷെ അന്ന് അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അവർ എല്ലാം കൊണ്ടുകൊണ്ട് ഇഷ്ടമായില്ല. അങ്ങനെ കോവിഡിൻ്റെ വിലക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ നാത്തൂൻ്റെ ഒരു പഴയ കാമുകനുണ്ട്, അവൻ്റെ കാര്യം ഇവരോട് പറയണത്. എന്നാൽ പിന്നെ അവനെ സെറ്റാക്കാറ്.
കാമുകൻ എന്ന് പറഞ്ഞാൽ പ്രേമല്ല, ഒരു പരിപാടി ബന്ധം മാത്രമായിരുന്നു. അപ്പോൾ അവനെ സെറ്റാക്കി, അവനെ വിളിച്ചു വരുത്തും. രണ്ടാളും മാറി മാറി അവരുടെ ദാഹം തീർക്കുക. ഇതൊക്കെ ഈ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. കാരണം എല്ലാ നാത്തൂന്മാരും തമ്മിൽ അടിയാണെന്ന് പറഞ്ഞാൽ വെറുതെ. ഇങ്ങനത്തെ നാത്തൂന്മാരും ഉണ്ട്. നമസ്കാരം.